കേരള ലോട്ടറി ആരംഭിച്ചതു മുതൽ ഇന്ന് വരെ ഭാഗ്യാന്വേഷികളായ ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതമാണ് നിമിഷ നേരം കൊണ്ട് മാറിമറിഞ്ഞത്. ഇത്തരത്തിൽ ജീവിത വിജയം നേടിയവർ നിരവധിയാണ്. മാത്രമല്ല, ലോട്ടറിയുടെ വരുമാനം പല മാർഗങ്ങളിലൂടെ ജനങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുന്നു. സമ്മാനാർഹർക്ക് കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ വളരെ വേഗം സമ്മാനത്തുക ലഭിക്കും. ഇതുകൂടി നമുക്കൊന്ന് നോക്കാം. കേരള ഭാഗ്യക്കുറിയുടെ സമ്മാനം ലഭിച്ചവർക്ക് വളരെ വേഗം തുക ലഭ്യമാക്കുന്നു. നറുക്കെടുപ്പ് ഫലം പുറത്തുവന്ന് 90 ദിവസങ്ങൾക്കുള്ളിൽ സമ്മാനാർഹമായ ടിക്കറ്റുകൾ ആവശ്യം വേണ്ട രേഖകൾ സഹിതം ബന്ധപ്പെട്ട ഓഫീസിൽ ഹാജരാക്കണം. 10 ലക്ഷം രൂപ വരെയുള്ള സമ്മാന ടിക്കറ്റുകൾ ജില്ലാ ഭാഗ്യക്കുറി ഓഫീസുകളിലും 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സമ്മാന ടിക്കറ്റുകൾ തിരുവനന്തപുരം വികാസ് ഭവനിലെ കേന്ദ്ര ഓഫീസിലുമാണ് ഹാജരാക്കേണ്ടത്. ദേശസാൽകൃത സഹകരണ ബാങ്കുകൾ വഴിയും സമ്മാനാർഹമായ ടിക്കറ്റുകൾ ഹാജരാക്കാം. ടിക്കറ്റിന്റെ പിൻഭാഗത്ത് സമ്മാനാർഹന്റെ പേരും വിലാസവും ഒപ്പും രേഖപ്പെടുത്തണം. ഇതോടൊപ്പം സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് നിഷ്കർഷിച്ചിട്ടുള്ള വിവിധ രേഖകളും ഹാജരാക്കേണ്ടതുണ്ട്. ആദായ നികുതി കഴിച്ചുള്ള തുക ദിവസങ്ങൾക്കുള്ളിൽ സമ്മാനാർഹന് ബാങ്ക് വഴി ലഭിക്കും. 10,000 രൂപയ്ക്ക് മുകളിലുള്ള സമ്മാന തുകയ്ക്കാണ് നികുതി ഈടാക്കുക. 5,000 രൂപ വരെയുള്ള സമ്മാനാർഹമായ ടിക്കറ്റ് ഹാജരാക്കുന്ന ദിവസം തന്നെ സമ്മാനത്തുക നൽകും. എനിക്ക് ലോട്ടറി അടിച്ചതിന് ശേഷം ലോട്ടറി വകുപ്പിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അത് വളരെ എനിക്ക് ഉപകാരം ചെയ്തായിരുന്നു. കാരണം പൈസ പാഴായി കളയാതെ ഓരോ രീതിയിലും ഇടാനുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അറ്റൻഡ് ചെയ്തായിരുന്നു. നമുക്കിപ്പോൾ ലോട്ടറി അടിച്ചാൽ തന്നെ നമ്മൾ ലോട്ടറി വകുപ്പിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അത് ചെയ്യുന്നത് വളരെയേറെ നല്ലതാണ്. കാരണം നമുക്ക് പല കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് പൈസ ഉള്ള ഒരാൾക്കാണ് പൈസ കിട്ടുന്നത്, അത് കൈകാര്യം ചെയ്യാൻ അറിയാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ ഈ പൈസ എടുത്ത് പെട്ടെന്ന് പാഴായി കളഞ്ഞിട്ട് പറയും, ലോട്ടറി കിട്ടിയ പൈസ അനാവശ്യമായിട്ട് പോയി, അത് ദുഷ്ടപ്പണമാണ്, അങ്ങനെയൊക്കെ പറയുന്ന കുറേ ആളുണ്ട്. ആദ്യം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആദ്യം നോക്കണം. അതിന് മുമ്പേ നമ്മൾ പൈസ എടുത്ത് ചിലവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ രീതിയിൽ നന്നായിട്ട് പോകുന്ന വളരെ ബെറ്ററാണ്. 6 പതിറ്റാണ്ടിനിടെ കേരള ഭാഗ്യക്കുറി 10,000-കണക്കിന് ലക്ഷാധിപതികളെയും ആയിരക്കണക്കിന് കോടീശ്വരന്മാരെയും സൃഷ്ടിച്ചു കഴിഞ്ഞു. ലോട്ടറിയിലൂടെ ലക്ഷങ്ങളും കോടികളും ലഭിച്ച നിരവധി പേരുടെ ജീവിത സാഹചര്യമാണ് കണ്ണടച്ചു തുറക്കും മുൻപ് മാറിമറിഞ്ഞത്. 1.5 ലക്ഷത്തോളം സാധാരണക്കാരാണ് ലോട്ടറി വിൽപ്പനയിലൂടെ ഉപജീവനമാർഗം കണ്ടെത്തുന്നത്. സമൂഹത്തിൻ്റെ പൊതുവായ അംഗീകാരവും മാന്യതയും ഈ തൊഴിലിന് ലഭിക്കേണ്ടതുണ്ട്. ഭാഗ്യക്കുറി വിൽപ്പന മാന്യമായ ഒരു ഉപജീവന മാർഗമാണെന്ന തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടാകണം. ലോട്ടറി ഏജന്റുമാരും ലോട്ടറി തൊഴിലാളികളും മാത്രമല്ല, വകുപ്പിലെ ജീവനക്കാരും പരസ്യങ്ങൾ വഴി മാധ്യമ സ്ഥാപനങ്ങളും വിവിധ സർക്കാർ പദ്ധതികളിലൂടെ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ളവരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ലോട്ടറിയുടെ ഗുണഭോക്താക്കളാണ്. ചുരുക്കത്തിൽ, ജനങ്ങളിൽ നിന്നും ലോട്ടറി വകുപ്പിലേക്കെത്തുന്ന പണം പല മാർഗങ്ങളിലൂടെ ജനങ്ങളിലേക്ക് തന്നെ അത് തിരിച്ചെത്തിച്ചേരുന്നു. ഇത്തരത്തിൽ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഭാഗ്യക്കുറി ഉണ്ടാക്കുന്ന സാമ്പത്തിക മുന്നേറ്റം വളരെ വലുതാണ്. ലോട്ടറി എടുക്കുന്നവരും സമ്മാനം ലഭിക്കുന്നവരും ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വിശ്വസ്തം, സുതാര്യം, ജനകീയം.